ഖത്തറിൽ നിന്നും പുറത്താക്കപ്പെട്ട ഹമാസ് ഭീകര നേതൃത്വം ഇപ്പോൾ തുർക്കിയിൽ ഉണ്ടെന്ന സൂചനയുമായി ഇസ്രായേൽ. ഹമാസ് ഭീകര നേതാക്കന്മാരെയും അവരുടെ പ്രവർത്തനങ്ങളും ഖത്തറിൽ അവസാനിപ്പിക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇതാദ്യമായാണ് ഗാസയ്ക്ക് പുറത്ത് ഹമാസ് ഭീകര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന മുതിർന്ന ഹമാസ് ഭീകരർ ഇപ്പോൾ തുർക്കിയിലുണ്ടെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഹമാസിനെ തങ്ങളുടെ രാജ്യത്തു നിന്നും നീക്കം ചെയ്യാൻ ഖത്തർ അമേരിക്കയോട് സമ്മതിച്ചതായുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഹമാസിന്റെ പുതിയ നീക്കം. അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്നല്ല തങ്ങളുടെ നിലപാടെന്ന് ഖത്തർ വ്യക്തമാക്കിയിരുന്നു. വർഷങ്ങളായി ഹമാസ് നേതൃത്വം ഇസ്രായേലിനെതിരെയുള്ള തങ്ങളുടെ പദ്ധതികൾ മെനഞ്ഞിരുന്നത് ഖത്തർ തലസ്ഥാനമായ ദോഹയിലിരുന്നാണ്. ഇസ്മായിൽ ഹനിയ, യഹിയ സിൻവർ തുടങ്ങിയ പ്രധാന ഹമാസ് ഭീകരരുടെ വധവും ഇപ്പോൾ ഖത്തറിന്റെ പുറത്താക്കലും ചേർന്നതോടെ ഹമാസ് അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഹമാസ് നേതൃത്വം ഇപ്പോൾ തുർക്കിയിലുണ്ടെന്ന വാർത്തയാണ് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേൽ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ KNN ആണ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലുടനീളം ഹമാസിനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു തുർക്കി സ്വീകരിച്ചു വന്നത്. ഹമാസ് ഭീകരനായ ഇസ്മായിൽ ഹനിയയുടെ വധത്തിൽ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ തുർക്കിയിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം ഇസ്രായേലിലെ ടെല്ലവീവിൽ പ്രവർത്തിക്കുന്ന തുർക്കി എംബസിയിൽ തുർക്കി പതാക താഴ്ത്തിക്കെട്ടിയിരുന്നു. സൗദി ഔട്ട്ലെറ്റ് അറബി ന്യൂസ് എർദോഗന്റെ ശക്തമായ ഹമാസ് പിന്തുണയെക്കുറിച്ചും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ഹമാസിന്റെ നീക്കങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് ഇസ്രായേൽ. തുർക്കിയുടെ ഹമാസ് സമീപനത്തിൽ എന്താണ് അമേരിക്കൻ നിലപാടെന്നറിയാൻ കാത്തിരിക്കുകയാണ് ലോകം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.